ഹലോ ഗൈസ്, നമ്മുടെ പൈനാപ്പിൾ തോട്ടത്തിൻ്റെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇട്ട വീഡിയോയിലുള്ള ചിക്ക് ഡാമിൻ്റെ സൈഡിലുള്ള ഒരു തോട്ടമാണ്. മഴയൊക്കെ കാരണം പൈനാപ്പിളിൻ്റെ വിലയൊക്കെ ഇടിഞ്ഞ് ആകെ കാടൊക്കെ പിടിച്ചു. അവസാനം പഴുത്തു തുടങ്ങി കഴിഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ഇന്ന് നമ്മൾ വെട്ടി വിൽക്കുകയാണ്. ഇപ്പോൾ കിലോയ്ക്ക് വില വെറും 17 രൂപ മാത്രമാണ്. 10-20 ദിവസം മുമ്പതൊക്കെ 40, 35 ഉണ്ടാകുന്നതായിരുന്നു. ഒറ്റയടിക്ക് മഴയുടെയും ഉൽപ്പാദനം കൂടിയതുകൊണ്ടൊക്കെ വില താഴെ പോയത് കാരണം നിവൃത്തിയില്ലാതെ നമ്മളിന്ന് വെട്ടി വിൽക്കുകയാണ്. തോടുള്ള കാരണം തോട്ടിൽ കൂടെ ഇറങ്ങി ഈ ചുമടൊക്കെ ഇച്ചിരി പാടായിരുന്നു. നമുക്ക് ഒത്തിരി പണിക്കൂലിയൊക്കെ എക്സ്ട്രാ വേണ്ടി വന്നു. ചക്കയൊക്കെ നല്ല പഴമായി. അപ്പോൾ ആദായ വിലയ്ക്ക് നമ്മൾ കൊടുത്തു തീർക്കുന്നതാണ് ഈ കാണുന്നത്. വേറെ നിവൃത്തിയില്ലല്ലോ. പറമ്പിലിട്ട് കളഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ മുടക്കായ തോട്ടത്തിൽ നിന്ന് നമുക്കൊരു 1.5 ലക്ഷം രൂപയാണ് വെട്ടി നമുക്ക് കിട്ടിയത്. ഏതാണ്ട് 2 ലക്ഷം രൂപയുടെ നഷ്ടം ആ തോട്ടത്തിൽ വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതാണ് പൈനാപ്പിൾ കൃഷിയുടെ ഏറ്റവും ദുരന്തമായ ഒരവസ്ഥയാണ് ഈ കാണുന്നത്. പഴുത്ത പൈനാപ്പിൾ ആയതുകൊണ്ട് ചെറിയ വണ്ടികളിലാണ് ലോഡ് പോകുന്നത്. ഏകദേശം 2.5-3 ടണ്ണുള്ള പിക്കപ്പുകളിലാണ് നമ്മൾ പോകുന്നത്. ബാംഗ്ലൂർക്കാണ് കൂടുതൽ ലോഡുകൾ പോകുന്നത്. ഇവിടുന്ന് നല്ല പഴുപ്പുള്ളതൊക്കെ അവർ കളഞ്ഞേക്കുന്നതാണ് ആ കാണുന്നത്. പയ്യെ പഴുത്തു തുടങ്ങിയത് മാത്രമേ പോകുള്ളൂ. ഇപ്പോൾ ഈ മഴയൊക്കെ ആയാലും ചിലവ് തീരെ കുറവാണെന്നാണ് കച്ചവടക്കാർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ കൃഷിക്കാരുടെ ഏറ്റവും വിഷമകരമായ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. ഒരു 10-20 ദിവസമായിട്ട് വില താഴെ പോയി. 15, 10, 20 വില. പച്ചക്കൊക്കെ 20 രൂപയുണ്ട്. പഴം 15, 10 മേടിക്കുന്നത്. എത്ര പറഞ്ഞാലും എത്ര വില കുറഞ്ഞെന്ന് പറഞ്ഞാലും വെട്ടി വിൽക്കാതിരിക്കാൻ പറ്റില്ല. കാരണം പഴുത്ത് കഴിഞ്ഞാൽ ചീഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടാത്ത സ്ഥിതിയായിരിക്കും.